കൊലപാതകം, ഗൂഢാലോചന, സംഘം ചേരൽ, തെളിവ് നശിപ്പിക്കൽ, ആയുധ നിയമം തുടങ്ങിയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിട്ടുള്ളത്. ഇതിലേതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ പ്രതികൾക്ക് നേരെ നിലനിൽക്കുന്നു, അതിനനുസരിച്ച് എത്ര വർഷത്തെ തടവ് ശിക്ഷ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ അല്പസമയത്തിനകം വ്യക്തത കൈവരാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറത്ത് പ്രതികളുടെ അവസാനത്തെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അന്തിമവാദം എന്ന നിലയിൽ പ്രതികൾക്ക് പറയാനുള്ളത് ഇനിയും കോടതി കേൾക്കേണ്ടതുണ്ടോ? ഇന്ന് തന്നെ വിധിപ്രസ്താവം ഉണ്ടാകുമോ? അതിൽ വ്യക്തത വരുന്നുണ്ടോ? ഇപ്പോൾ ഇതാ IPC 225 വകുപ്പ് KV കുഞ്ഞിരാമന് നേരെ നിലനിൽക്കുന്നു എന്നാണല്ലോ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. നവമി, അഭിലാഷ്, IPC 225 വകുപ്പ് പ്രകാരം KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കൂടി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കിയവർ ആരൊക്കെയാണെന്ന് ഒന്ന് പേര് വിവരം ഒന്ന് പറയാം. 11ാം പ്രതി പ്രദീപ്, കുട്ടൻ എന്ന് വിളിക്കുന്ന പ്രദീപ്. 12ാം പ്രതി B മണികണ്ഠൻ, ആലക്കോട് മണി എന്ന് വിളിക്കുന്ന B മണികണ്ഠൻ. 13ാം പ്രതി N ബാലകൃഷ്ണൻ, പെരിയ മുൻ ലോക്കൽ സെക്രട്ടറിയാണ്. 16ാം പ്രതി A മധു, ശാസ്ത മധു എന്ന് വിളിക്കുന്ന 5ാം പ്രതി ജിജിന്റെ പിതാവാണ് A മധു. ഒപ്പം 17ാം പ്രതി റെജി വർഗീസ്, 18ാം പ്രതി A ഹരിപ്രസാദ്, 19ാം പ്രതി P രാജേഷ്, 23ാം പ്രതി V ഗോപാലകുമാർ, 23ാം പ്രതി V ഗോപകുമാർ, 24ാം പ്രതി PV സന്ദീപ് എന്നിവരെയാണ് ഇപ്പോൾ കുറ്റവിമുക്തരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 1ാം പ്രതിയായിട്ടുള്ള A പീതാംബരൻ, മുൻ പെരിയ IPC 225 ബാലകൃഷ്ണന് നേരെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന, അതോടൊപ്പം തന്നെ പിഴത്തുക ലഭിക്കാവുന്ന ശിക്ഷയാണത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം നേരത്തെ ലഭ്യമായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും കുടുംബം വിധി വന്നതിന് ശേഷം ഇപ്പോ പറഞ്ഞ പോലെ KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. മണികണ്ഠൻ അടക്കമുള്ള ആളുകൾ എന്താണ് നീതി കിട്ടി എന്ന് തോന്നുന്നു? നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. 3 വർഷം കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. കടുത്ത ശിക്ഷ പ്രഖ്യാപിച്ചിട്ടില്ല. കടുത്ത ശിക്ഷ വേണമെന്നാണോ? കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. അതായത് കേസ് അട്ടിമറിക്കാൻ പല സമയത്തും ശ്രമിച്ചു സർക്കാർ കുറെ കളി കളിച്ചു. പ്രതികളാക്കിയവരിൽ കുറച്ചുപേരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് കോടതി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? CBI വരാനൊക്കെ കുറെ കഷ്ടപ്പെടേണ്ടി വന്നില്ലേ? അതെ, കുറെ കഷ്ടപ്പെടേണ്ടി വന്നു. തീർച്ചയായും ഇതിനകത്ത് ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്നും CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് അന്വേഷണം തൃപ്തികരമല്ല എന്നും ആദ്യം മുതൽ 2 കുടുംബവും വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോയി ഈ കേസിനകത്ത് CBI അന്വേഷണം വേണമെന്നുള്ള നിലപാട് 2 കുടുംബവും പാർട്ടിയും സ്വീകരിച്ചത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ CPMന്റെയും അവരുടെ ഭരണത്തിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും 1.5 കോടിയോളം രൂപ മുടക്കി സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിൽ രഞ്ജിത് കുമാറിനെയും മനീന്ദർ സിംഗിനെയും പോലുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നത് കൂടാതെ നമ്മുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഈ പാർട്ടിയുടെ ഉപ്പും ചോറും കൊണ്ട് വളർന്ന് നേതാവായ ഒരു വക്കീലിനെ CK ശ്രീധരനെ വരെ ഇതിനകത്ത് നടത്തിയെടുത്തുകൊണ്ട് വലിയ ഡീല് നടത്തിക്കൊണ്ട് എന്താണ് ഡീൽ എന്ന് ഇനി CPM വെളിപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അവസാനം CBI വന്നു, അന്വേഷണം വളരെ കൃത്യമായി നടത്തി. ഇന്ന് 2 കുടുംബത്തിന്റെയും പാർട്ടിയുടെയും വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള, അതായത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇന്ന് ഈ കേസിനകത്ത് CPMന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, ജില്ലയിലെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള ഏറ്റവും ശക്തമായ വിധി വന്നിട്ടുള്ളത്. കുറച്ചുപേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വക്കീലും പാർട്ടിയും ബാക്കി കാര്യങ്ങളും ആലോചിച്ച് തുടർ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഞങ്ങൾ ആദ്യാവസാനം വെച്ച വാദങ്ങളൊക്കെ ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള
ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇനി ഇവർക്കുള്ള ശിക്ഷ വിധിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായ കടുത്ത ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്.